കഴിഞ്ഞ ദിവസം എനിക്ക് ഓർഡർ വന്ന ചോക്ലേറ്റ് കേക്കാണ്. നേക്കഡ് കേക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. 1.5 kg ആണ് വെയിറ്റ് വന്നിട്ട്. നേക്കഡ് കേക്കെന്ന് വെച്ചാൽ നമ്മൾ സാധാ ചെയ്യുന്ന കേക്കിൽ സൈഡിൽ ഫുള്ള് ക്രീം ചെയ്ത് ഫിനിഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് കേക്കിൽ സൈഡിലൊന്നും ക്രീം ആഡ് ചെയ്യത്തില്ല. പ്ലെയിനായിട്ട് തന്നെ ഇട്ടേക്കും. മുകളിൽ എന്തെങ്കിലും ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കസ്റ്റമർ എപ്പോൾ ഓർഡർ തന്നാലും ഷുഗർ നല്ല രീതിയിൽ കുറച്ച് ക്രീമൊന്നും അധികം യൂസ് ചെയ്യാത്ത രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറയും. ഇത് മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്ത കേക്കാണ്. മോൾക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇഷ്ടം. അതുകൊണ്ട് ആ ഒരു സെയിം രീതിയിൽ ക്രീമൊന്നും അധികം ആഡ് ചെയ്യാതെ നേക്കഡ് കേക്കായിട്ടാണ് ചെയ്തത്. നേക്കഡ് കേക്ക് ചെയ്യുന്ന സമയത്ത് സൈഡിലൊരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ഒരു ഫിനിഷിങ് ഉള്ള പോലെ തോന്നും. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും ആ നൈഫ് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. എന്നിട്ട് ബോർഡ് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് ഗനാഷ് മുകളിലധികം ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ച് രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തത്. എന്തായാലും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.